അത് മനസ്സിലായി. പുറത്ത് എവിടെയാണെന്നാ ചോദിച്ചത്. അതെന്തിനാ അച്ഛൻ അറിയുന്നത്? അച്ഛൻ അറിയണം. അച്ഛൻ മാത്രമല്ല, ഈ വീട്ടിലെ ഞാനടക്കം എല്ലാവരും അറിയണം. നിന്നെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞങ്ങളും നോക്കട്ടെ. എനിക്ക് പോണം, പോയേ പറ്റൂ. വെറുതെ വാശി പിടിക്കല്ലേ. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഗണേശൻ വാങ്ങിക്കൊണ്ടുവന്ന് തരും. ഞാനെന്താ ജയിൽ പുള്ളിയോ വീട്ടു തടങ്കലി കഴിയാൻ? ഞങ്ങളുടെ മുമ്പില് നീ ഇപ്പൊ അങ്ങനെ തന്നെയാ. അവനെ കാണാൻ നിന്റെ ഈ പോക്കെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി അത് അനുവദിക്കാൻ പറ്റില്ല. ഞാൻ കൊച്ചു കുട്ടിയൊന്നുമല്ല. എനിക്ക് എന്റേതായ സ്വാതന്ത്ര്യം വേണം. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും. പോവോ? നീ ഇവിടുന്ന് പോവോ? ഇവിടുന്ന് ഇറങ്ങിയ കൊന്നോളെ ഞാൻ. കൊന്നോ? ഇതിലും ഭേദം അതാ. എന്താ നീ ഇങ്ങനെ? നിന്റെ തന്നെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഞങ്ങളിത് പറയുന്നത്? നീലിനെ കാണാതെ കിട്ടുന്ന ഒരു നന്മ എനിക്ക് വേണ്ട. പോവെന്ന് പറഞ്ഞാൽ ഞാൻ പോവും. അമ്മ എന്തിനാ കരയുന്നത്? തെറ്റെയ്തിട്ടല്ലേ അവരെ പോലീസ് കൊണ്ടുപോയത്? അപ്പോ ആ അറ്റാക്കിന് പിന്നിൽ അച്ഛനും ഗണേശും ആയിരുന്നല്ലേ? അനുഭവിക്കട്ടെ. നീ ഇത്രയും ദുഷ്ടയായി പോയല്ലോ. സ്വന്തം അച്ഛനെ കൂടപ്പറപ്പിനെ പോലീസ് കൊണ്ടുപോയത്. എന്നിട്ടും നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു? കുറ്റം ചെയ്തവര് ശിക്ഷ അനുഭവിക്കണ്ടെന്നാണോ അമ്മ പറയുന്നത്? കുറ്റം ചെയ്തത് അവരല്ല, ഞാനാ. നിന്നെ ഞാൻ പ്രസവിച്ചു, വളർത്തി വലുതാക്കി. അതിനുള്ള ശിക്ഷ ഇപ്പൊ ഞാൻ കണ്ടത്. ഇത് ഇവിടം കൊണ്ട് തീരുമെന്ന് നീ വിചാരിക്കണ്ട. ഒരു പോറല് പോലും ഏൽക്കാതെ അവരിവിടെ തിരിച്ചു വരണം. ഇല്ലെങ്കിൽ അവനെതിരെ ഇനി കൊട്ടേഷൻ കൊടുക്കാൻ പോകുന്നത് ഈ ഞാനായിരിക്കും. വെറുതെ ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ ആയിരിക്കില്ല, കൊന്നുകളയാനായിരിക്കും ആ കൊട്ടേഷൻ. ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല പിന്നവൻ. അമ്മേ, അതേടി, അമ്മ തന്നെയാ. അറിയാലോ എന്നെ. വാശി പിടിപ്പിച്ച മുന്നും പിന്നും നോക്കാതെ പ്രവർത്തിക്കുന്നവളാ നിന്റെ ഈ അമ്മ. താലി കെട്ടി എന്റെ ഭർത്താവും ഞാൻ പ്രസവിച്ച എന്റെ മോനും, അവരെ രണ്ടുപേരെയോ പോലീസ് ഇപ്പൊ കൊണ്ടുപോയത്. അപ്പൊ പിന്നെ ചാവാനൊരു പെണ്ണ് വേണമല്ലോ. അതിനുവേണ്ടി കണ്ടുപിടിച്ച ആളാ ദേ ഇവള്. രാഹുല് പറഞ്ഞതുപോലെ നേർച്ചക്കോഴി. സത്യമാണ് മോളെ ഞാൻ ഈ കേൾക്കുന്നത്. അതെ വല്യമ്മേ, മറ്റാരോടും പറയരുതെന്ന് നീല് ഞങ്ങളെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നു. അതുകൊണ്ടാ ഇതുവരെ ഇത് ആരോടും പറയാതിരുന്നത്. അതുമാത്രമൊന്നല്ല, ഇവന് ജാതകത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും നാരായൺജി പറഞ്ഞ ഈ കാര്യത്തില് അത്ര വിശ്വാസം പോരാ. ചിലപ്പോ സ്വാതിയാണ് പെണ്ണെന്നുള്ളോണ്ടായിരിക്കും അങ്ങനെ. ഇപ്പൊ അവൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് നാരായൺജിയുടെ പ്രവചനം നടക്കലേന്നാ. എവിടെ പ്രവചനമല്ലേ, ജാതകമല്ലേ, നടക്കാതിരിക്കോ? ഈ വിവരം കല്യാണത്തിന് മുമ്പ് നിനക്കറിയായിരുന്നു മോളെ? ഇല്ല അച്ഛാ. അതാ ഞാൻ പറഞ്ഞത്, ചതിക്കായിരുന്നു എന്ന്. ഇവക്കെന്തെങ്കിലും പറ്റിയാ വേദയും കെട്ടി സുഖമായിട്ട് ജീവിക്കാവുന്ന മോന്റെ വിചാരം. നിങ്ങളുടെ മകന്റെ ജാതകദോഷത്തിന് ഇനി ഒരു പ്രതിവിധിയുമില്ല. കാരണം പ്രതിവിധി ഞാൻ ചെയ്തു കഴിഞ്ഞു. മനസ്സിലായില്ല. സ്വാതി തന്നെയാണ് ആ പ്രതിവിധി. എന്നുവെച്ചാ ഭാര്യാമരണം വിധിച്ചിട്ടുള്ള ഒരു പുരുഷജാതകത്തിന്റെ ദോഷം തീർക്കാനുള്ള ഏറ്റവും നല്ല ഉപായം ദീർഘസുമംഗലി യോഗം വിധിച്ചിട്ടുള്ള ഒരു സ്ത്രീ ജാതകം തന്നെയാണ്. രണ്ട് ജാതകങ്ങളുടെയും പരസ്പര വിരുദ്ധങ്ങളായ യോഗങ്ങളുടെ ബലാബലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ഭാവി തീരുമാനിക്കുക. നീൽ മഹേഷിന്റെ ജാതകത്തിൽ ആദ്യ ഭാര്യ മരിക്കും. സ്വാതിയുടെ ജാതകത്തിൽ ഭർത്താവ് ഉടനെ ഒന്നും മരിക്കാനിടയില്ല എന്ന യോഗവുമുണ്ട്. സ്വാതിയുടെ ജാതകത്തിലെ യോഗത്തിനാണ് ഇവിടെ ബലം. പകയും വൈരാഗ്യമൊക്കെ നീ മനസ്സിൽ നിന്ന് കളയണം. അവളോടുള്ള വൈരാഗ്യം തീർക്കാൻ നീ നിന്റെ ജീവിതം തകർക്കണോ? ഗിരി അത്ര മോശക്കാരനാണോ? എനിക്കാണെങ്കിൽ ചേരുകയും ചെയ്യും. ചേരും, പക്ഷെ അവര് സമ്മതിക്കില്ലല്ലോ. ഞാനത് ഇവളോട് പറഞ്ഞു. സമ്മതിക്കാത്തത് സമ്മതിപ്പിച്ചെടുക്കണം. ആ മാധവന്റെ മോനെ വേണ്ടാന്ന് പല തവണ ഞാൻ പറഞ്ഞതല്ലേ. അത് മതിയെന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടാളും എത്ര തവണ എന്നോട് സംസാരിച്ചു. ഒരിക്കലും നടക്കില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോഴല്ലേ അച്ഛാ അതിലൊരു ത്രില്ലുള്ളൂ. എനിക്ക് ഗിരിയം മതി.
ആകെയുള്ളൊരു പ്രശ്നം അവരുടെ വീട്ടുകാരെന്ത് പറയുന്നുള്ളതാണ്. ഏതായാലും ഒരു കാര്യം ചെയ്യാം, മഹേശ്വരനുമായിട്ട് ഞാനൊന്ന് സംസാരിക്കാം. നമുക്കിങ്ങനൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു വയ്ക്കാം. അവരുടെ തീരുമാനം അവർ പറയട്ടെ. അതാണ്. എന്നാ പിന്നെ അധികം വൈകണ്ട. തീരുമാനം എത്രയും പെട്ടെന്ന് അറിയുന്നതാണല്ലോ നല്ലത്. ഞാനും വരാൻ സംസാരിക്കാൻ പോകുമ്പോ അത് വേണ്ട. ആദ്യം ഞങ്ങൾ ആണുങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് പുരോഗതി ഉണ്ടെങ്കിൽ മാത്രം നീ വന്നാ മതി. ഒന്ന് നിർത്തി. ഗൗരിയാ? എടുക്ക്. ഹലോ ഗൗരി. ആ വേദ, സൂക്ഷിക്കണം. നിന്റെ അച്ഛനോ അങ്ങളിവിടെ വന്നിരുന്നു നീലിനെ അന്വേഷിച്ച്. അവര് വയലന്റാ. കയ്യിൽ കിട്ടിയ നീലിനെ അവര് ബാക്കി വെച്ചേക്കില്ല. ആണോ? ഗൗരി താങ്ക്സ്. നീൽ, പ്ലാനൊക്കെ പൊട്ടിയെന്നാ തോന്നേ. എന്റെ വീട്ടുകാർ വിവരം അറിഞ്ഞു. അവര് നീലിന്റെ വീട്ടിൽ ചെന്നിരുന്നു. ദൈവമേ, എന്നിട്ട്? ഒരു കാരണവശാലും എന്റെ വീട്ടുകാരുടെ കയ്യിൽ ചെന്ന് പെടരുത്. പെട്ടാ അത് അപകടമാ. ഇനിയിപ്പോ എന്ത് ചെയ്യും? നമുക്കിവിടെ അടുത്തുള്ള എവിടെയെങ്കിലും ചെന്ന് താമസിക്കേണ്ടി വരും. നീലിന്റെ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും. ഇങ്ങനെ കറങ്ങുന്നത് ബുദ്ധിയല്ല. ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നൊക്കെ പറയുമ്പോ അത് നിന്നെ കൊണ്ട് ഈ രാത്രിയിൽ അതൊന്നും ശരിയാവില്ല. അമ്മ, വഴക്കൊന്നും ഉണ്ടാക്കല്ലേ. എല്ലാം സാവകാശം പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നീ ഇത്രയും വൃത്തികെട്ടവനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങളെ ആരെ ഓർക്കണ്ട, ഇവളെ ഓർക്കണ്ട. എന്നാലും സ്വന്തം മനസാക്ഷിയുടെ മുന്നില് ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? എന്റെ അവസ്ഥ അമ്മയ്ക്ക് അറിയില്ല. അതാ അമ്മ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നത്. വിശദീകരണം ഒന്നും വേണ്ട നീൽ. ചെയ്തത് മോശമായിപ്പോയി. ഒരു ഭാഗം മാത്രം കേട്ടിട്ട് നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് നീലിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. നീലിന് എന്താ പറയാനുള്ളതെന്ന് കേക്കട്ടെ. ഒന്നും കേക്കണ്ട, കേട്ടെടുത്തോളം മതി. നീൽ, ഒരു സമയത്ത് നിന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് വലിയ അഭിമാനം തോന്നിയിരുന്നു എനിക്ക്. പക്ഷേ ഇപ്പൊ അഭിമാനത്തിന് പകരം അപമാനമോ തോന്നി. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. മേലിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ചെയ്ത തെറ്റിന് പരസ്യമായിട്ട് ഇവരോട് മാപ്പ് പറഞ്ഞിട്ട് അകത്ത് കയറിയാൽ മതി. ഡാ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? മാപ്പ് പറയടാ. പറയാൻ ബുദ്ധിമുട്ടാണ്. തെറ്റ് ചെയ്തെങ്കിലല്ലേ മാപ്പ് പറയേണ്ട ആവശ്യമുള്ളൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്കിഷ്ടമുള്ള, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ കൂടെ യാത്ര ചെയ്തത് അത്ര വലിയ തെറ്റൊന്നുമല്ല. അതിന്റെ പേരിൽ അവൾക്കൊരു പരാതി ഇല്ലാത്തടത്തോളം കാലം ഒട്ടും തെറ്റല്ല. നാളെ ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരാ. അതുകൊണ്ട് അല്പം പോലും കുറ്റബോധം എനിക്കില്ല. ഇറങ്ങടാ. ഇത്രയും വലിയൊരു നാണക്കേട് വരുത്തി വെച്ചിട്ട് യാതൊരു ഉളുപ്പില്ലാതെ അത് ന്യായീകരിക്കാൻ നോക്കുന്ന ഒരു മകൻ എനിക്ക് വേണ്ട. എനിക്ക് മാത്രമല്ല, ഇവിടെ ആർക്കും വേണ്ട. ഇനി ഇവിടെ കഴിയണമെങ്കിൽ അച്ഛൻ പറഞ്ഞത് അനുസരിക്കണം, മാപ്പ് പറയണം. വല്യമ്മ എന്തൊക്കെയാ പറയുന്നേ? നീലൊരു വാശിക്കാരനാ. ഇവിടെ കേറണ്ടെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങി പോവും. പോയിക്കോട്ടെ, എനിക്കൊരു സങ്കടമില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. വലിച്ച മാലതി പറഞ്ഞത് തന്നെ എന്റെ അഭിപ്രായം. പുകഞ്ഞ കൊള്ളി പുറത്ത്. എടാ ഗിരി, ഇതിന്റെ പേര് അഹങ്കാരം എന്നാ? മറ്റാരുടെ മുമ്പിലല്ലല്ലോ, സ്വന്തം വീട്ടുകാരുടെ മുമ്പിലല്ലേ. ഒരു സോറി പറഞ്ഞെന്ന് വെച്ച് ആകാശം നെടിഞ്ഞു വീഴാൻ പോകുന്നില്ല. തനിച്ചായി പോയത് ഞാനമ്മ. എനിക്ക് വീണ്ടും ആരുമില്ലാതായി. മോളെ, ഞങ്ങളില്ലേ മോളെ നിനക്ക്? നീ വിഷമിക്കണ്ട.